എൻ്റെ കവിതയുടെ പേര് സഹപാഠിയെ കണ്ടുമുട്ടിയ നിമിഷം എന്നാണ്. അതായത് ഒരേ ക്ലാസ്സിൽ പഠിച്ച രണ്ടുപേർ വളരെ നാളുകൾക്ക് ശേഷം ഒരേ വേദിയിൽ വെച്ച് കണ്ടുമുട്ടി. രണ്ടുപേരും രണ്ട് ഫോണുകളിൽ നിന്ന് തമ്മിൽ അറിയാൻ കഴിയാതെ സമൂഹത്തിൽ വളർന്ന് പേരെടുത്തു. ആവനായുള്ള അമ്പെടുക്കൻ പോരാളി ചുഴി കാട്ടുന്നത് പോലെ ബാല്യകാലങ്ങളെപ്പറ്റി പറയാൻ അവരും സന്തോഷത്തോട് തിടുക്കം കാട്ടി. പറഞ്ഞ് സമയം പോയതവർ അറിഞ്ഞില്ല. ഇണക്കം പാടില്ലെന്നും സ്നേഹത്തോട് മറ്റുള്ളവരെ പെരുമാറണമെന്നും പഠിപ്പിച്ച ഗുരുക്കന്മാർ സമൂഹത്തിൻ്റെ നാഴികക്കല്ലാണെന്നും നമ്മുടെ കലാലയ ജീവിതം അതായത് 1000 പൂർണ്ണരിൽ നിന്നും ഉദിച്ചതുപോലെയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിരിയാനേറ്റ് രണ്ടുപേരും കരഞ്ഞുപോയി എന്നുള്ളതാണ് എൻ്റെ കവിതയുടെ ഉള്ളടക്കം. സഹപാഠിയെ കണ്ടുമുട്ടിയ നേരം. സഹപാഠിയെ കണ്ടുമുട്ടിയ നേരം. വെരിവിട്ടിറങ്ങുവാൻ നേരമായി സമയത്ത് പിന്നെ വിളിക്കുന്നു സ്നേഹിത സഹപാഠി. എന്നുടെ കണ്ണുകൾക്ക് മുമ്പിൽ നീ നിന്നിടുമ്പോൾ ബാല്യമാം കാലത്തെ ഓർത്തങ്ങു രസിക്കുന്നു. ഒന്ന് ഞാൻ പറയട്ടെ ഇല്ല ഞാൻ പറഞ്ഞോട്ടെ എന്നുള്ള തർക്കങ്ങളിൽ മുഴുകി നിന്നിടുമ്പോൾ അവനാഴിയിലുള്ള അമ്പുകൾ ഓരോന്നായി തിരിഞ്ഞു പറക്കുന്ന പോരളി കണക്കിന കുസരി കാട്ടി പിന്നെ പിണങ്ങി നിന്ന നമ്മെ സ്നേഹത്തെ കവലിൽ തലോടിക്കൊണ്ട് കന്മറയോളം നിന്ന അമ്മയും ഓർക്കുന്നില്ലേ? അച്ഛൻ്റെ കരങ്ങളിൽ ചുറ്റി പിടിച്ചുകൊണ്ട് സരസ്വതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തിയപ്പോൾ അദ്ദേഹം എഴുതാൻ കഴിയാതെ വാവിട്ടോ കരഞ്ഞതും നമുക്ക് ഓർമ്മയുണ്ടോ? കൊച്ചുപോയി കുസൂരിയിൽ കാട്ടിയും പിണങ്ങിയും പിന്നെയും ഒന്നായെങ്ങോട്ടുന്നതും ഓർമ്മയില്ലേ? ബാല്യമാം കാലത്തെ പിന്നിലങ്ങാക്കിക്കൊണ്ട് അക്ഷരപ്പടവുകൾ ഒന്നൊന്നായി കയറുമ്പോൾ രണ്ടു കോണുകളിൽ നിന്നറിയാൻ കഴിയാതെ വളർന്നു സമൂഹത്തിൽ പേരങ്ങും പെരുമയും പിണക്കം പാടില്ലെന്ന് ഓതിയ ഗുരുക്കന്മാർ പരസ്പര സ്നേഹത്തിൻ്റെ നാഴികക്കല്ലാണവർ. സത്യവും ധർമ്മവും ഓതിയ പിതാമഹർ അർക്കരശ്മിയെ പോലെ ഒലിച്ചു നിന്നിടുന്നു. ഉത്തമ സുഹൃത്തുക്കൾ നമ്മുടെ വഴികാട്ടി നമ്മുടെ ഉയർച്ചയിൽ അത്യാകാംക്ഷികൾ 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ച നിലാവുപോൽ നമ്മുടെ കലാലയ ജീവിതം മനോഹരം. ബാല്യകാല സ്മരണകൾ ഉരുവിട്ട് നാഴികാമണിയുടെ സ്പന്ദനം ഗവനിക്കാതെ സമയം പോയതും അറിഞ്ഞില്ല. പിരിയാൻ നേരമായി എന്നുള്ളതറിഞ്ഞപ്പോൾ രണ്ടു കണ്ണിനെ തുള്ളി പതിച്ചു തലങ്ങളിൽ.